വരിവരിയായിട്ടെല്ലാം മുന്നിൽ കൊണ്ടുവന്ന് നിർത്തു. അവസാനം എല്ലാവരും ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വ സയ്യിദുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ കരങ്ങളിൽ നിന്ന് ആ ചാക്കിലേക്ക് ഇട്ടിട്ട് ആ ചാക്കിൽ നിന്ന് ഈത്തപ്പഴം വാരിയിട്ട് ഓരോരുത്തരുടെയും വില അനുസരിച്ചുകൊണ്ട് അവിടുന്ന് നൽകുകയാ. അവസാനത്തെ ആളുടെ കടവും കൂടെ പൂർത്തീകരിച്ചിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിന്റെ അവസാനം പറയുകയാ, ഞാനവിടെ ബാക്കിയായി, ആ തോട്ടത്തിൽ ഞാൻ ബാക്കിയായി, അല്ലാഹുവിന്റെ റസൂലും അവിടെ ബാക്കിയായി. ഞാനാ ചാക്കിലേക്ക് അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ കൊണ്ടുവന്നു വെച്ച ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു എണ്ണം പോലും കുറഞ്ഞു പോയിട്ടില്ല. ബിബറക്കത്തി റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലൈക യാ റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലൈക യാ ഹബീബുല്ലാഹ് ഫലാ തർദുദ് മഅൽ ഖൈബ വലിജ്അൽനാ അലാ ത്വയ്ബ അയാ ദൽ ഇസ്സ് വൽ ഹൈബ ബിഅഹ്ലിൽ ബദീർ യാ അല്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ്. ഖന്തക്കിന്റെ പോർക്കളത്തിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ വളരെ ശ്രദ്ധയോടുകൂടെ ഈ വിഷയം നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന് എല്ലാ ഭാഗത്തേക്ക് നോക്കിയാലും പരിഹാരം അല്ലാഹുവിന്റെ റസൂലാണ്. ഈ സദസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹബീബ് നബി തങ്ങളുടെ ഈ പരിപാടിയിലേക്ക് നൽകണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമേ. പൈസയില്ല എന്ന് കരുതിയിട്ട് സംഭാവന ചെയ്യാതിരിക്കണ്ട. ഇവിടുന്ന് ചെയ്യുന്ന ലേലം ചെയ്യാതിരിക്കണ്ട. അത് ജീവിതത്തിൽ ഉടനീളം ബറക്കത്താ. സ്വഹാബത്ത് അത് അനുഭവിച്ചറിഞ്ഞവരാ. ഖന്തക്കിന്റെ പോർക്കളം സജീവമായപ്പോൾ അവരാകെ ക്ഷീണിതരായി. ഞാൻ പറഞ്ഞുവല്ലോ, ക്ഷീണം കാരണം അവർക്ക് പണിയായുധം പോലും പൊങ്ങാതെ വന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല, അവർ പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരേ, നിങ്ങൾക്കും 4 പേർക്കും എന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഖന്തക്കിൽ എത്ര പേരുണ്ട്? ഖന്തക്ക് യുദ്ധത്തിൽ സ്വഹാബത്ത് എത്ര പേരുണ്ട്? ആയിരക്കണക്കായ സ്വഹാബയുണ്ട് ഖന്തക്കിൽ. പക്ഷെ ഭക്ഷണം എത്ര ആൾക്കാർ ഒരുക്കിയത്? വേറും 4 പേര്. നബിയും നബിയോടുകൂടെ 4 പേര്, 5 ആള്. ഏതാവട്ടെ, തൊൽഹൈദും പറഞ്ഞിട്ട് പോയി. അവസാനം അള്ളാന്റെ റസൂല് ഖന്തക്കിലുള്ള സ്വഹാബത്തിനോട് മുഴുവനും പറഞ്ഞു, പണിയായതൊക്കെ അവിടെ വെക്കും. ഇന്ന് നമുക്കൊരു സൽക്കാരമുണ്ട്, പണിയായതൊക്കെ അവിടെ വെക്കും. വരിവരിയായിട്ട് അണിനിരത്തി സ്വഹാബത്തിന് മുഴുവനും അള്ളാന്റെ റസൂല് ഭക്ഷണം ഒരുക്കിയത് എത്ര പേർക്കാ? 5 പേർ. നബിയെയും കൂട്ടിയിട്ട് 5 പേര്. ഏതാവട്ടെ, 1000-ഓളം വരുന്ന സ്വഹാബ അണിനിരന്നു. എങ്ങോട്ടാ പോകുന്നത്? ആരാ ക്ഷണിച്ചത്? ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയുടെ വീട്ടിലേക്കാണ് ഈ ആയിരക്കണക്കായ സ്വഹാബത്തും പോകാൻ നിൽക്കുന്നത്. ഭക്ഷണമാണെങ്കിൽ 4 പേർക്കേ ഒരുക്കിയിട്ടുള്ളൂ. നമ്മളെ അവസ്ഥ എന്താ? ഞാനിവിടെ വന്നപ്പോ എന്റെ കൂടെ 2-3 ആളുകൾ കൂടിയാൽ തന്നെ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സാധാരണ ഞാൻ പോയാല്, ഞാൻ അങ്ങനെ കൂടെ ഉണ്ടായാല് ഞാൻ കുറച്ച് ചോറ് കഴിക്കല. കാരണം ഇവർക്കും കൂടെ കിട്ടണ്ടേ, വീട്ടുകാർക്കും ഉണ്ടാവേണ്ടേ. പക്ഷെ ഞാൻ കുറച്ച് കഴിക്കലാണ്, മനസ്സിലാക്കിയിട്ട് കഴിക്കലാണ്. എനിക്ക് പറയുന്നത് ആ സ്ഥലത്തേക്കാണ് 1000-ഓളം വരുന്ന
സ്വഹാബത്തിനെയും കൊണ്ട് അള്ളാന്റെ റസൂൽ പോകാൻ ഒരുങ്ങുന്നത്. സ്വഹാബത്തിന്റെ ഒരു നീണ്ട നിര ത്വൽഹയുടെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാ. ഭാര്യക്ക് സഹിക്കാൻ പറ്റുമോ? 4 പേർക്കുള്ള ഭക്ഷണത്തിനാകും ചിലപ്പോ 3 റൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അന്നത്തെ അവസ്ഥയിൽ. അവസാനം ത്വൽഹയെ ചീത്ത പറയാതെ, എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ പറഞ്ഞു തൊട്ട് നബിക്ക് തിരിയാത്തതാണോ? അല്ല, നിങ്ങൾ പറഞ്ഞത് 4 ആൾക്കാർ തന്നെയല്ലേ? അതല്ല, ഖന്തക്കിൽ പങ്കെടുത്ത എല്ലാ സമയത്തും നിങ്ങളോട് ആരാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്? പെണ്ണെ പറഞ്ഞു, എനിക്ക് വസലാവാൻ കഴിയില്ല, അടുത്ത വീട്ടിൽ പോയിട്ട് ഒളിച്ചു തിന്നു. ആര്? ത്വൽഹയുടെ ഭാര്യ. ത്വൽഹ ഏതായാലും കുടുങ്ങിയല്ല, പാവം വിഷമിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ, ത്വൽഹ, ആ ഇറച്ചിയുടെ പാത്രം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെക്ക് ത്വൽഹ. ആ റൊട്ടിയിട്ട പാത്രവും എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്ക് ത്വൽഹ. ത്വൽഹ പറഞ്ഞതുപോലെ 2 പാത്രവും കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ വെക്കുകയാണ്. സ്വഹാബത്ത് ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുകയാണ്. നീണ്ട നിര, ആയിരക്കണക്കായ സ്വഹാബ. റസൂലുള്ളാഹിന്റെ കൈ കൊണ്ടെടുത്തിട്ട് ഓരോരുത്തർക്കും റൊട്ടിക്കഷ്ണം ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചാറും ഒഴിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാന ജല്ല. എല്ലാവരും വളരെ റാഹത്തോടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ത്വൽഹയുടെ ചരിത്രത്തിന്റെ അവസാനം പറയുന്നത്, ത്വൽഹ പറഞ്ഞു, എല്ലാവരും ഖന്തക്കിലേക്ക് തന്നെ തിരിച്ചുപോയി. നബിയും സ്വഹാബത്തും തിരിച്ചുപോയി. ഞാനവിടെ ബാക്കിയാണ്. ആ റൊട്ടിയിട്ട പാത്രം അവിടെ ബാക്കിയാണ്. ആ ഇറച്ചിയുടെ പാത്രവും അവിടെ ബാക്കിയാണ്. ഞാനൊന്ന് കൊണ്ടുവന്ന് വെച്ച റൊട്ടിയുടെ ഉള്ളിലേക്ക്, റൊട്ടിയിട്ട പാത്രത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ആ കൊണ്ടുവന്ന് വെച്ച റൊട്ടിയിൽ നിന്ന് ഒരെണ്ണം പോലും കുറഞ്ഞിട്ടില്ല. ഞാൻ കൊണ്ടുവന്ന് വെച്ച ഇറച്ചിപ്പാത്രത്തിൽ നിന്ന് ഒരിറ്റു ചാറ് പോലും കുറഞ്ഞിട്ടില്ല. ബിബറക്കത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. സ്വഹാബത്തൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ്. അവർ അല്ലാഹുവിനെ വഴിപ്പെട്ടവരാണ്. അവർ ഈമാനോടുകൂടെ ആരാധനകൾ നിർവഹിച്ചവരാണ്. അവർക്കല്ലാതെ റബ്ബ് പിന്നെ ആർക്കാണ് സ്വർഗം നൽകുന്നത്? അതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. ഒരാളോടും വൈരാഗ്യമില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്ത, ഒരാളോടും വെറുപ്പില്ലാത്ത പരമശുദ്ധനായവൻ, അവനാണ് യഥാർത്ഥ മഹ്മൂമുൽ ഖൽബ്, അവനാണ് യഥാർത്ഥ മുത്തഖി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയട്ടെ, മുത്തഖീങ്ങളെ കുറിച്ച് വിശാലമായ ചർച്ച തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിവിടെ ഓതി വെച്ച ആയത്തിലൂടെ വന്ന് കടന്നു പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ഈ മുത്തഖീങ്ങളെ ഖുർആന് പരിചയപ്പെടുത്തിയ ഈ ആയത്തങ്ങോട്ട് സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ത്വരിതഗമനം ചെയ്യണേ, നിങ്ങൾ ഉളരണേ. എന്നിട്ട് പറയാണ്, അർളുഹാ, സ്വർഗ്ഗത്തിന്റെ വിശാലത, അസ്സമാവാതു വൽ അർള്, ആകാശത്ത് അത്തരത്തോളം വരുന്ന വിശാലതയുണ്ട് സ്വർഗത്തിന്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗം തന്നെ പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് വിശാലമാ. ആ സ്വർഗം അല്ലാഹു തആല ഒരുക്കി വെച്ചത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ.
സ്വഹാബത്ത് ഒരു ദിവസം ചോദിച്ചു, നബിയേ, സദാസമയവും അങ്ങയുടെ കൂടെ നടന്ന അബൂബക്കറിന്റെ സ്വർഗത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ നബിയേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം സ്വർഗത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് തന്റെ സന്തത സഹചാരിയായ നിയലില്ലാത്ത റസൂലിന്റെ നിയലായ അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സ്വദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ സവ്വജനി അബൂബക്കർ, അവ്വലു മൻ യുഹ്ശറു മഈ യൗമൽ ഖിയാമത്തി അബൂബക്കർ വലൗ കുന്തു മുത്തഖിദൻ ഗൈറ റബ്ബി മത്തഖദതു അബൂബക്കറിൻ ഖലീലാ. ഈ ഭൗതികമായ ലോകത്ത് ഇഷ്ടകൂട്ടുകാരനായിട്ട് എന്റെ റബ്ബല്ലാത്ത മറ്റൊരാളെയും എനിക്ക് തെരഞ്ഞെടുക്കാൻ എന്റെ റബ്ബ് എനിക്ക് അനുമതി തന്നിരുന്നുവെങ്കിൽ മത്തഖദതു അബൂബക്കറിൻ ഖലീലാ. അബൂബക്കറിനെ ഞാൻ ഇഷ്ടകൂട്ടുകാരനായിട്ട് തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗത്തെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ സ്വർഗത്തിലേക്ക് ഒരു പക്ഷിയെ അല്ലാഹു തആല പറഞ്ഞയച്ചു. എന്നിട്ട് അതിനോട് പറഞ്ഞു, ഉയരത്തിലേക്ക് പറക്കാൻ പറഞ്ഞു. അവസാനം ആ പക്ഷി പറന്ന് 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 അതിന്റെ ഏറ്റവും മുകളിലെത്താൻ കഴിയാതെ കുഴിഞ്ഞു വീണുപോയി. അത്രത്തോളം വിശാലതയുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗത്തിന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അത്രത്തോളം വിശാലതയുണ്ടത്രേ. ഏതാവട്ടെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഭൂമികളെക്കാളും അത്രത്തോളം വിശാലതയുള്ളതാണ് സ്വർഗമെന്ന് പറയുന്നത്. എന്നിട്ട് പറയാണ്, ആ സ്വർഗം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കാണ്? ഉഇദ്ദത്തുലിൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നീട് പറയുന്നത്, ആരാണ് മുത്തഖീങ്ങളെന്നറിയോ? വിശാലമായ ഒരു പഠനം അല്ലാഹു തആല തന്റെ പ്രഗൽഭരായ പ്രതിഭാശാലികളായ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. മുത്തഖീങ്ങൾ ആരാണെന്നറിയോ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. സമ്പത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 10-200 റുപ്യ പള്ളിയുടെ പെട്ടിയിലേക്ക് ഇടുന്നവരെ അല്ലാഹു ഗനിയ്യുൻ, അല്ലാഹുവാണ് ധനികൻ, അല്ലാഹുവാണ് മുതലാളി, സമ്പത്ത് നൽകുന്നവൻ അല്ലാഹുവാ. അതുകൊണ്ട് മോനെ, ഇന്നത്തെ മജ്‌ലിസിലേക്ക് നല്ല നിയ്യത്തോടുകൂടെ നീ ചെലവഴിക്കാൻ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ വളരെ റാഹത്തോടെ നീ കരുതി വെച്ച സംഗതി നീ ഇവിടെ ചെലവഴിക്കണേ. ആരാ മുത്തഖീങ്ങളെന്നറിയോ? അല്ലദീന, അവരൊരു കൂട്ടക്കാരാണ്. യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. യുൻഫിഖൂന ഫിസ്സറായി, ഉള്ള സന്ദർഭത്തിൽ ചെലവഴിക്കുന്നവർ, പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ, മദ്രസക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ, ഉള്ള സമയത്ത് ചെലവഴിക്കുന്നവർ, അവർ യഥാർത്ഥ മുത്തഖിയാ. തീർന്നിട്ടില്ല. വല്ലറായി, ഇല്ലാത്തപ്പോഴും അവരിൽ അവരെ കയ്യിൽ ഉള്ളതെടുത്ത് കൊടുക്കുന്നവർ, അവർ മുത്തഖീങ്ങളാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ സ്വഭാവം എന്താണ്? പെട്ടിങ്ങനെ ഉരുട്ടി വരുമ്പോ പോക്കറ്റിലേക്ക് ഇങ്ങനെ നോക്കും. 100, 50, 20, 10 എടുത്തിട്ട് ബക്കറ്റിലേക്കിടും. ഇതാണ് നമ്മളെ സ്വഭാവം. പ്രിയപ്പെട്ടവരെ, അവർ ഉള്ളപ്പോൾ ചെലവഴിക്കുന്നവരാണ്. ഫിസ്സറായി, അവർ ഉള്ളപ്പോൾ ചെലവഴിക്കുന്നവരാണ്. വല്ലറായി, ഇല്ലാത്ത സമയത്തും അവർ ചെലവഴിക്കുന്നവരാണ്. അവരാണ് യഥാർത്ഥ മുത്തഖി. പ്രയാസത്തിന്റെ സമയത്തും അവർ ഉള്ളത് എടുത്തു കൊടുക്കും. ഞാനൊന്ന് പറയട്ടെ, മുഅ്മിനീങ്ങള് പിച്ചപ്പാത്രമായി പിച്ചപ്പാത്രവുമായിട്ട് തെണ്ടി നടക്കുന്നവൻ, അവനും യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ, അവൻ സ്വർഗാവകാശിയാണെങ്കിൽ, അവൻ
സ്വർഗാവകാശിയാവണമെങ്കിൽ അവന്റെ പിച്ചപാത്രത്തിൽ നിന്ന് അവനക്ക് കിട്ടുന്നതായ നാണയത്തുട്ടിൽ നിന്ന് അവനും ചെലവഴിക്കുന്നത് വരെ അവൻ യഥാർത്ഥ മുഅ്മിനല്ല. മാത്രമല്ല അവനക്ക് അല്ലാഹു തആല സ്വർഗം നൽകുകയില്ല. പിച്ചപാത്രവുമായിട്ട് നടക്കുന്നത് മുസ്ലിമാണോ? അവൻ എന്ത് ചെയ്യണമെന്നറിയോ? പിച്ചപാത്രത്തിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് ആ നാണയവും അവൻ ചെലവഴിക്കുന്നത് വരെ അല്ലാഹു തആല സ്വർഗത്തിൽ അവനെ കടത്തുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം സ്വർഗം മുത്തഖീങ്ങൾക്കാണ്. മുത്തഖീങ്ങൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് തുടരുകയാണ്, വൽ കാളിമീനൽ ഗൈള. പിന്നെ ആരാണ് മുത്തഖീങ്ങൾ? അവർ ദേശത്തെ അടക്കി നിർത്തുന്നവരാണ്. ദേശം വരുമ്പോൾ അവർ ദേശത്തെ അടക്കി നിർത്തുന്നവരാണ്. എന്തെങ്കിലും ഒരു പെണ്ണിനെയും ഒരു ആണിനെയും ഒരു സ്ഥലത്ത് കണ്ടാൽ കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ കയറിപ്പോയിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് അവരെ കൈകാര്യം ചെയ്യുകയല്ല അവർ ചെയ്യുന്നത്. കാളിമീനൽ ഗൈള. അവർ ദേശത്തെ അടക്കി നിർത്തുന്നവരാണ്. മാത്രമല്ല അടുത്ത മുത്തഖിയാരാണ്? വൽആഫീന അനിന്നാസ്. അവർ ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ്. ആളുകളിൽ നിന്ന് വല്ലതും അവർക്ക് അനുഭവപ്പെട്ടാൽ, അവർക്ക് പറ്റാത്തത് കണ്ടാൽ ഉടനെ തന്നെ ചാടിക്കേറിയിട്ട് ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. വൽആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് അവർ മാപ്പ് കൊടുക്കുന്നവരാണ്. പിന്നീട് അല്ലാഹു തആല പറയുന്നു, പിന്നെ ആരാണ് മുത്തഖീങ്ങളെന്നറിയോ? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും. അവർ തെറ്റ് ചെയ്താൽ, ജീവിതത്തിൽ അവർ കുറ്റങ്ങൾ ചെയ്താൽ, അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവരാ. അവർ മുത്തഖീങ്ങളാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ മുമ്പിൽ ഞാനൊരു ചരിത്രം പറയാൻ പോവുകയാണ്. ശരിക്ക് ശ്രദ്ധിക്കണേ. ഇതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണേ. എല്ലാ സാഹചര്യങ്ങളും നമ്മൾക്ക് അനുകൂലമായി വന്നിട്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള രൂപം ആ ചെറുപ്പക്കാരന്റെ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയും. ബഹ്റുദ്ദുമൂഅ് എന്ന് പറയുന്ന കിതാബിൽ കഅബുൽ അഖ്ബാർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ബനൂ ഇസ്രായേലിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ജോലി എന്താണെന്നറിയോ? വീടാന്തരങ്ങൾ കയറി ഇറങ്ങിയിട്ട് ചെരുപ്പ് വിൽക്കുന്ന ജോലിയാണ്. ചെരുപ്പ് കച്ചവടം നടത്തുന്ന ജോലിയാണ്. അവസാനം ആ ഗ്രാമത്തിലുള്ളതായ വീടാന്തരങ്ങൾ കയറി ഇറങ്ങുകയാണ്. ആ സമയത്ത് ഒരു പാലസ് കാണുകയാണ്, ഒരു രാജബംഗ്ലാവ് കാണുകയാണ്, ഒരു കൊട്ടാരം കാണുകയാണ്. ആ ചെറുപ്പക്കാരൻ തന്റെ മനസ്സിൽ കരുതിപ്പോയി, റഹ്മാനുറഹീമായ റബ്ബേ, ഈ വലിയ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നുപോയാൽ ഇന്ന് എനിക്ക് നല്ല ലാഭകരമായ ഒരു കച്ചവടമുണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു പോവുകയാ. ഈ ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനെ ആ കൊട്ടാരത്തിലെ രാജകുമാരി കാണുകയാ. സുബ്ഹാനല്ലാഹ്. രാജകുമാരിയുടെ നയനങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് മുട്ടിടുകയാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ തോഴിയെ വിട്ടുകൊണ്ട് ചെറുപ്പക്കാരനോട് പറയാൻ ഏൽപ്പിച്ചതെന്താണെന്നറിയോ? രാജകുമാരിക്ക് ചെരിപ്പാവശ്യമുണ്ട്. എന്നിട്ടൊരു റൂം കാണിച്ചു കൊടുത്ത ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആ റൂമിലേക്ക് പോയിരിക്കൂ. രാജകുമാരി അങ്ങോട്ട് വരും, നിന്റെ കയ്യിൽ നിന്ന് ചെരിപ്പ് വാങ്ങാൻ. പറഞ്ഞതുപോലെ അല്ലാഹുവിനെ പേടിച്ച് സദാസമയവും ആരാധനയെടുക്കുന്ന ഈ മുത്തഖിയായ ചെറുപ്പക്കാരൻ ആ റൂമിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ രാജകുമാരി ആ റൂമിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ആ റൂമിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ആ റൂമിന്റെ വാതിൽ പൂട്ടുകയാണ്. ആ റൂമിൽ ആ രാജകുമാരിയും ആ ചെറുപ്പക്കാരനും ഒറ്റക്കാണ്. സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് രാജകുമാരി പറഞ്ഞ എന്താണെന്നറിയോ? എടാ ചെറുപ്പക്കാരാ,
നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിന്റെ ചെരിപ്പ് വാങ്ങാനൊന്നുമല്ല, നിന്റെ ശരീരം എനിക്ക് കീഴ്പ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാ. പടച്ചവനെ, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. നേരമാണെങ്കിൽ ഒരുപാട് വൈകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ റൂമിലാണെങ്കിൽ ആ ചെറുപ്പക്കാരനും ആ പെണ്ണും തനിച്ചാണ്. അർഹമുർ റഹീമായ റബ്ബേ, മനസ്സുകൊണ്ടിങ്ങനെ ആ ചെറുപ്പക്കാരൻ ആലോചിക്കുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞാൻ വലിയ ഒരു പ്രതിസന്ധിയില് അകപ്പെട്ടിരിക്കുകയാണ്. ഇതാ എന്റെ അടുത്ത് അഭിസാരവൃത്തിക്ക് കാത്തു നിൽക്കുന്ന പെണ്ണുണ്ട്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല, എന്നെ രക്ഷപ്പെടുത്തണേ. ഇതും പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് അനുകൂല ഭാവത്തോടുകൂടെ പറയുകയാ, എനിക്കൊന്ന് കുളിക്കാൻ നീ സൗകര്യം ചെയ്തു തരുമോ? ആ പെണ്ണും നല്ല ബുദ്ധിയുള്ള പെണ്ണാണ്. ഇവനെ എവിടെയെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്താൽ ശരിയാവില്ല. ആ പെണ്ണ് ചെയ്തതെന്താണെന്നറിയോ? കൊട്ടാരത്തിന്റെ ഏറ്റവും മട്ടുപ്പാവിൽ ഈ ചെറുപ്പക്കാരന് കുളിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അല്ലാഹുവിനോട് പറഞ്ഞതെന്താണെന്നറിയോ? അർഹമുർ റഹീമായ റബ്ബേ, ഞാൻ വല്ലാത്ത ഒരു കുടുക്കിൽ കുടുങ്ങിയിട്ടാണുള്ളത്. നിനക്കറിയാമല്ലോ, വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പെണ്ണപ്പുറത്തുണ്ട്. ഞാനാണെങ്കിൽ നിന്നെ ആരാധിക്കുന്നയാളാ. എന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ മുഴുവനും നിന്നോട് ഏറ്റു പറഞ്ഞിട്ട് അല്ലാഹുവേ, നിന്നിലേക്ക് തിരിച്ചു നടക്കാൻ ഒരുങ്ങിയ ചെറുപ്പക്കാരനാണ്. പടച്ചവനെ, ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല. വിചാരമെന്ന വൃത്തികെട്ടാവാസം നീ എനിക്ക് വിലക്കിയതാണല്ലോ, അതുകൊണ്ട് ഇത് ചെയ്തുകൂടാ. റബ്ബിനോട് പറയുകയാണ്, അർഹമുർ റഹീമായ റബ്ബേ, ഈ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴയിലേക്ക് 100 അടി താഴ്ചയുണ്ട്. ഞാൻ ഈ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് താഴയിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്റെ ജീവനും എന്റെ ജീവിതവും നിന്റെ കയ്യിലാണ്. എന്ത് വേണമെങ്കിലും ചെയ്തോ റബ്ബേ. ഇതും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ചാടാൻ ഒരുങ്ങിയപ്പോൾ അല്ലാഹു തആല ജിബ്രീലിലേക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാണ്. ജിബ്രീലേ, പെട്ടെന്ന് ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്കൊന്ന് ചെല്ലണം. ആ ചെറുപ്പക്കാരന്റെ കാല് മണ്ണിൽ പതിയാൻ പാടില്ല. അത് പതിയുന്നതിന് മുമ്പ് നിന്റെ ചിറക് കൊണ്ട് അദ്ദേഹത്തെ പുതിയണേ. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ എടുത്തു ചാടുകയാണ് 100 അടി താഴ്ചയിലേക്ക് ഈ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് തന്റെ ചിറക് കൊണ്ട് പൊതിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയിട്ട് ഭൂമിയിൽ വെക്കുകയാ. എന്നിട്ട് പടച്ചവനെ ഭയന്നുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് മാറാൻ ചെയ്ത ഈ ഒരു പണിയൊരുക്കിയ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറയുകയാ, അർഹമുർ റഹീമായ റബ്ബേ, ഇനി ഇങ്ങനെ ഒരു കച്ചവടത്തിന് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നില്ല. എന്റെ കച്ചവടം ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് റബ്ബേ, ഫർസുഖ്നി മിൻ ഹലാലിക യാ ദൽ ജലാലി വൽ ഇക്റാം. എനിക്ക് റിസ്ക് നൽകേണ്ടത് നിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് റിസ്കിന്റെ കാര്യം നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ഇതങ്ങോട്ട് പറയേണ്ട താമസം. പൂർണ്ണമായും സ്വർണത്തിലുള്ള ഒരു പക്ഷി ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഇങ്ങനെ വന്നിരിക്കുകയാ. ആ സമയത്ത് സ്വർണത്തിലുള്ള പക്ഷിയെ കിട്ടിയപ്പോ അതും പിടിച്ചിട്ട് വീട്ടിലേക്ക് ഓടുകയല്ല ചെറുപ്പക്കാരൻ ചെയ്തത്. പിന്നെ എന്താ ചെയ്തതെന്നറിയോ? അടുത്ത ചോദ്യം റബ്ബിനോട് ചോദിക്കുകയാണ്, അർഹമുർ റഹീമായ റബ്ബേ, ഈ ഒരു വില
വിലപിടിപ്പുള്ള സമ്മാനം ഈ ഭൂമിലോകത്തിൽ നിന്ന് എനിക്ക് തന്നത് നാളെ എന്റെ പരലോകത്തെ പറുദീസയുടെ മൂല്യങ്ങളിൽ നിന്ന് മുറിച്ചെടുത്തതാണോ? അല്ല, ഇത് ഭൗതികമായ ലോകത്തേക്ക് മാത്രമുള്ളതാണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, ലാ തഖറബുസ്സിനാ, വിചാരത്തോട് അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് അല്ലാഹു തആല വളരെ കർശനമായിട്ട് പറഞ്ഞ ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ആദരവാ സാഹചര്യം നമ്മളെ തേടിയെത്തുമ്പോൾ, എല്ലാ സൗകര്യങ്ങളും നമ്മളെ തേടിയെത്തുമ്പോൾ, എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോ ചെറുപ്പക്കാരത്തികളായ യുവതികളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയണേ, ഇന്നീ അഖാഫുല്ലാഹ്. ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയുന്നുണ്ടല്ലോ ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ. ഒരു പെണ്ണിന്റെ തുടയുടെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ആ ചെറുപ്പക്കാരൻ അഭിസാര വൃത്തിക്ക് ഒരുങ്ങിയപ്പോൾ ആ പെണ്ണ് ചെറുപ്പക്കാരനോട് ചോദിച്ചു, എടാ നിനക്ക് റബ്ബിനെ പേടിയില്ലടാ, നിനക്ക് നരകത്തെ ഭയമില്ലടാ? ഈ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ട താമസം ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പറഞ്ഞതെന്താണെന്നറിയോ? ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നവനാ. സബഅത്തും യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, ഇമാമുൻ ആദിലുൻ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ അർത്ഥമെന്നല്ലേ? സബഅത്തും യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, ഇമാമുൻ ആദിലുൻ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു നിഴലുമില്ലാത്ത സമയത്ത് കിലോമീറ്ററുകൾക്കപ്പുറം ഉദിക്കുന്ന സൂര്യഗോളം ഒരു ചാൻ മുകളിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് 7 വിഭാഗത്തിലേക്ക് അല്ലാഹു അർശിന്റെ നിഴലിട്ട് കൊടുക്കും. അതിലൊരു വിഭാഗം ഏതാണെന്നറിയോ? എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ട് അവൻ പറയുകയാ, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നവനാ. ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് ആരൊരാൾ പിന്മാറിയോ അവനക്ക് അല്ലാഹു തആല അർശിന്റെ നിഴല് വിരിച്ചു കൊടുക്കുമെന്ന് നാവ് കൊണ്ട് ഇന്ന് വരെ കളവ് പറയാത്ത റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ വ സയ്യിദുൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ വിഭാഗം അവർ തെറ്റിലേക്കുള്ള എല്ലാ സാഹചര്യം വന്നാലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ തഖ്വയുടെ ഈ ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനം നമ്മൾ പറഞ്ഞുവല്ലോ, മുത്തഖീങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, അവർ തെറ്റ് ചെയ്താൽ, ജീവിതത്തിൽ അവർ കുറ്റങ്ങൾ ചെയ്താൽ, അവർ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറുന്നവരാണ്. മാത്രമല്ല ചെയ്തു പോയ തെറ്റിന്റെ പേര് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണ്. അവരാണ് യഥാർത്ഥ മുത്തഖി എന്ന് തന്റെ പ്രഗൽഭരായ പ്രതിഭാശാലികളായ സ്വഹാബത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ. എത്ര തെറ്റ് ചെയ്താലും റബ്ബ് തആല പൊറുക്കും
പൊറുക്കുമല്ലോ. ഒരുപാട് തെറ്റ് ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മൾ എങ്ങനെയാവണമെന്നറിയോ? ഇന്നലെ ഇല്ലാത്ത നമ്മുടെ ശരീരത്തിൽ നിന്നടിച്ചു വീശിയ ചീത്ത സ്വഭാവങ്ങൾ ഇന്ന് രാവിലെ നമുക്കുണ്ടാവാൻ പാടില്ല. കാരണം നാളെ പ്രഭാത പുലരിക്ക് ഞാനിവിടെ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പറയാൻ എനിക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി എപ്പോഴാ എന്നെ തേടി എത്തുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയണേ, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നവനാ, ഞാൻ എന്റെ റബ്ബിനെ പേടിക്കുന്നവനാ. ഒരുപാട് മഹാന്മാര് ഖബർ കണ്ട് കരഞ്ഞില്ലേ? അല്ലാഹു തആല അവസാനം നിനക്ക് ഒരുക്കി വെച്ച ഖബർ കണ്ടിട്ട് കരഞ്ഞു പോയില്ലേ? മധുവിരുന്ന് കരുന്ന ആദ്യത്തെ രാത്രി റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ജീവിതത്തിൽ ഒരിക്കലും ഹൈലില്ലാത്ത ത്വാഹിറത്തുൽ ബത്തൂലായ ബീബി ഫാത്തിമത്തുസ് സഹ്റാ ആ മണിയറയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അലി ഇബ്നു അബീ താലിബ് ആ ലൈറ്റ് അങ്ങോട്ട് കെടുത്തിയപ്പോ ഒരു മൂലയിലിരുന്നിട്ട് വിങ്ങി പൊട്ടിയില്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവരുടെ പാഠങ്ങൾ നമ്മൾ പഠിക്കണേ, ചരിത്രങ്ങൾ മനസ്സിലാക്കണേ. ഇവിടുന്ന് പോയിട്ട് മറന്നു പോകുന്ന ഒരവസ്ഥ വരല്ലേ. ഇന്ന് ഈ മജ്‌ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തോട് വിചിന്തനം നടത്തണേ, വിചാരണ നടത്തണേ. ഇനിയില്ല, ഇനി തെറ്റിലേക്ക് ഞാൻ പോവില്ല. ചെയ്ത തെറ്റുകളിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി ഞാനിതാ റബ്ബേ ഖേദിച്ച് പേടിച്ച് മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നീയത്ത് ചെയ്തിട്ട് അവസാനം നാളത്തെ പ്രഭാത പുലരിയിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന്, യഥാർത്ഥ മുഅ്മിനിന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധം അൽഖിലാഖുൽ ഹമീദ, നല്ല നല്ല സ്വഭാവങ്ങളായിരിക്കണേ. അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് തെറ്റുകൾ വന്നപ്പോഴും പടച്ചവനെ നിന്റെ പിശാച്, ശപിക്കപ്പെട്ട മൽഊനായ പിശാച്, അവന്റെ പ്രലോഭനങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും ഞങ്ങൾ വഴിവിട്ട് സഞ്ചരിച്ചതാണ്. അല്ലാഹുവേ, ഖൽബിലുള്ള ഈമാനിന്റെ കുറവ് കൊണ്ട് സംഭവിച്ചു പോയതാണ്, നിന്നധികരിച്ചതിന്റെ പേരിലല്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു നിന്ന് നിന്നിലേക്ക് തിരിച്ചു നടക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.